ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ നവ്യമോൾ ഇങ്ങനെ മൊബൈലൊക്കെ കണ്ട് റൂമിലിരിക്കുന്ന സമയത്ത് കനകം ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് വരിക. മോൾ എന്താ ഇപ്പോൾ അങ്ങോട്ടൊന്നും വരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിത് അങ്ങോട്ട് ഇപ്പോൾ നയനയില്ലാത്തതുകൊണ്ട് വന്നെന്ന് പോലും ഇല്ലമ്മേ എന്ന് പറഞ്ഞു. മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് ആരും കുറ്റമൊന്നും പറയില്ല എന്ന് കനകം അന്നേരം പറഞ്ഞു. പിന്നെ മോൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാനേ എന്നോട് പറഞ്ഞത്. നയന പോയപ്പോഴേക്കും വീട് ഉറങ്ങിയ പോലെ ആയല്ലമ്മേന്ന് നവ്യ പറഞ്ഞപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കട്ടെ മോളെ എന്ന് കനകം നവ്യയോട് പറയാം. എന്നാലും അവളിങ്ങനെ മാറി നിൽക്കുന്നതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് മനഃപൂർവ്വം മാറി നിന്നതാണെന്ന് പറഞ്ഞു അമ്മ നവ്യയോട്. മോള് മാറി നിൽക്കുമ്പോൾ അതെങ്ങനെയുണ്ടെന്ന് ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ പണി. ഒരു കണക്കിന് അത് വളരെ നന്നായ ഒരു കാര്യമല്ലേ മോളേന്ന് ചോദിച്ചു. അങ്ങനെ അമ്മയും മോളും കൂടെ നയനെക്കുറിച്ച് പറയാം. പ്രത്യേകിച്ച് ആദർശമോനും നയനമോളും തമ്മിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് മോൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അവർ തമ്മിൽ സ്നേഹിക്കാനും അടുക്കാനും ഒക്കെ ഇതൊരു കാരണമാകും മോളേന്നും പറഞ്ഞു. എന്നാലും അവളെപ്പോലൊരു പെണ്ണിനെ എന്താ ആദർശേട്ടൻ സ്നേഹിക്കാത്തതെന്ന് നവ്യ ചോദിക്കുക കേട്ടോ. ഇപ്പോഴും ആ രീതിയിലൊക്കെയാണോ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പം അതിനെപ്പറ്റിയൊന്നും അറിയില്ല. പക്ഷേ ഞാൻ കൊടുത്ത മുല്ലപ്പൂ ഒക്കെ ബെഡ്മേൽ വിതറിയിട്ടിരിക്കുന്നതൊക്കെ ഞാൻ പിന്നീട് കണ്ടായിരുന്നെന്ന് പറഞ്ഞു കനകം. അതുകൊണ്ട് വലിയ പിണക്കവും കാര്യങ്ങളൊന്നും കാണില്ലായിരിക്കും. അപ്പം ഞാൻ എന്തിനാ അവളെ ഇടയ്ക്ക് വെറുത്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സ് നിറയെ അസൂയായിരുന്നു അമ്മയെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലെ ബാക്കിയുള്ളവരെല്ലാവരും അവളെ സ്നേഹിക്കുമ്പോൾ മോള് മാത്രം അകന്ന് നിന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലെനിക്കിപ്പോൾ വിഷമമുണ്ടെന്ന് നവ്യ കനകത്തിനോട് പറയാം. അവൾ സ്വന്തം ജീവൻ പോലും കഴിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം അത് 100% ശരിയാണെന്നും പിന്നെ മോളുടെ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ നയനമോൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം ഇതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് അമ്മ പറഞ്ഞത് ശരിയാ. സത്യം പറയാമല്ലോ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞു വന്നു പോയി, അല്ലെങ്കിൽ അഭിയെ കളഞ്ഞിട്ട് ഞാൻ എന്നേ പോയേനേ എന്നൊക്കെ നമ്മുടെ നവ്യ പറയാം. മോളെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും എൻ്റെ പൊന്നുമോള് പിടിച്ചു നിൽക്കാൻ പഠിക്കണം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് ശരിയാകും മോളെ എന്ന് പറഞ്ഞു. ആ പ്രതീക്ഷയിൽ അമ്മ ഞാനും മുന്നോട്ട് പോകുന്നതെന്ന് നവ്യ പറഞ്ഞു. മോള് വാ, അമ്മ വാരിത്തരാമെന്ന് പറഞ്ഞു മകൾക്ക് അമ്മ വാരിയൊക്കെ കൊടുക്കുന്നു. അങ്ങനെ നല്ലവളായ നവ്യെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് നമ്മുടെ കനകം അടുത്ത് തന്നെ നിൽക്കുന്നു. ഭക്ഷണമൊക്കെ വാരിക്കൊടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നതോ ആദർശ് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുക കേട്ടോ. അപ്പോൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നയനയുടെ കോള് വന്നു. എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. അവളെ എന്നെ കാണാതെ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടാ കോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഫോൺ എടുത്ത് ദേഷ്യത്തിലൂടെ. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഇങ്ങോട്ട് വരുന്ന കാര്യം വല്ലതാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്, അത് പറയേണ്ട ആവശ്യം എനിക്കില്ല എന്ന് നയന ആദർശനോട് പറഞ്ഞു. അതെ, ഇൻഹീലർ തീരാറായി കാണും, അത് വാങ്ങണം എന്ന് പറയാനാ വിളിച്ചത്. അതൊന്നും ഓർക്കുന്ന ആളല്ലല്ലോ, ഭാര്യയെ പോലും ഓർത്തില്ല. അതൊക്കെ പറഞ്ഞപ്പം ശരി, രണ്ടാമത് പറഞ്ഞത് വളരെ ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് ആദർശ്. പിന്നെ ഇൻഹീലറിൻ്റെ കാര്യം അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീയേ വെറുതെ വിളിച്ച് നിന്റെ സമയം കളയണ്ടെന്ന് പറഞ്ഞു. ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദർശ് ഒരു കള്ള ചിരിയൊക്കെ ആയിട്ട് പോയി വണ്ടിയിലേക്ക് കയറുന്നു. അപ്പോഴും നയനെ അംഗീകരിക്കില്ല. വണ്ടിയിലേക്ക് കയറിയിട്ട് ആ ഇൻഹേലർ എടുത്ത് നോക്കുക. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ശരിയാ, അതിനകത്ത് അത് തീരാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ചിന്തിച്ചതും അവൾ പറഞ്ഞതും കറക്റ്റാ. എത്ര ശരിയാ, തീർന്നില്ല, തീരാറായതേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അവളില്ലാതെ എൻ്റെ ഒരു കാര്യവും നടക്കില്ല എന്ന്. എന്നാൽ അത് തുറന്നു പറയാനും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അവളാണെങ്കിട്ട് വരുന്നുമില്ലല്ലോ. വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണെന്നൊക്കെ ആദർശ് വണ്ടിയിലിരുന്ന് പറയുമ്പോൾ നയനെ അവിടെ വിഷമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശിയെ കാണിക്കുന്നത്. മുത്തശ്ശിയാണെങ്കിൽ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, മുത്തശ്ശനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. അച്ഛനും അമ്മയും റെഡി ആയോ എന്നും ചോദിച്ചു. റെഡിയായി. പോകുന്ന വഴിക്ക് നയനമ്മളുടെ വീട്ടിലൊന്ന് കയറണം. മോളിപ്പോൾ അവിടെയല്ലേ എന്ന് ചോദിച്ചു. അച്ഛനമ്മയും തിരിച്ചു വരുമ്പം ഇവരുടെ കൂടെ അവൾക്ക് വന്നാൽ മതിയായിരുന്നു, ജോലി ചെയ്ത് മടുത്തു എന്ന് ദേവയാനി മനസ്സുകൊണ്ട് പറയണം. അപ്പം നീ എന്താ ദേവയാനി ആലോചിക്കുന്നത് എന്ന് അമ്മ ചോദിച്ചപ്പം, അച്ഛനമ്മയും തിരിച്ചു വരുമ്പോൾ അവളെ ഒരു കാരണവശാലും പ്രഷർ ചെലുത്തി ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് ദേവയാനി പറയണം. പിന്നെ അവൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം അവൾ വന്നാൽ മതി വെച്ചാൽ നമുക്ക് ആർക്കും ഒരു നിർബന്ധം ഇല്ലല്ലോ. ഇവിടുത്തെ ജോലിയൊന്നും എനിക്കൊരു ഭാരമായിട്ട് തോന്നുന്നേ ഇല്ല എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടപ്പോൾ ചിരി വരും അച്ഛന്. എന്നിട്ട് പിന്നെ ജോലി ചെയ്ത് നിനക്ക് നടുവേദനയും തലവേദനയാണെന്നൊക്കെ ചിലച്ച് പറഞ്ഞതോ. അപ്പോൾ കുറേ നാളായില്ലേ അച്ഛാ ഇത്തരം പണികളൊക്കെ ചെയ്തിട്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ശരിയാ. പക്ഷെ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാ. അവൾക്ക് ഇങ്ങോട്ട് വരാനേ താല്പര്യം കാണും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അച്ഛനെയും അമ്മയെയും അങ്ങോട്ട് വിളിപ്പിച്ചത്. അത് കേട്ടപ്പോൾ അങ്ങനെയാണോടോ വസുന്ധരെ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. ഒരിക്കലുമല്ല, മോളെ ഞങ്ങൾ എന്നും വിളിക്കാറുണ്ട്, മോൾ ഇങ്ങോട്ടും വിളിക്കാറുണ്ട്. അപ്പോഴൊന്നും ഇങ്ങോട്ട് വരാറില്ല, വരുന്ന കാര്യത്തെപ്പറ്റി പറയാറില്ല. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് മരുന്ന് കൊടുക്കുന്നത് മോളാണ് എല്ലാം പറഞ്ഞു തരുന്നത്. ഇന്ന് വരെ മോള് വരുന്നതിനെക്കുറിച്ചും പോകുന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നിൽക്കട്ടെ, നിൽക്കാവുന്നിടത്തോളം ദിവസം നിൽക്കട്ടെ. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് നിന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയാം ഇവരോടിങ്ങനെ.
രണ്ടുപേരും കൂടെ ചെന്ന് അവരെ വിളിച്ചാലുണ്ടല്ലോ അവിടെ നമ്മൾ തോറ്റു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും ദേവയാനി പറഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ തോൽവിയും ജയിക്കുണ്ടോ ദേവയാനിയും ചോദിച്ചു. അപ്പോൾ അത്ര അഹങ്കാരത്തോടെയല്ലേ അവൾ പോയത്, ആരോടും ഒന്നും പറയാതെ. ജാനകിയും അനിയും കൂടെ കല്യാണം വിളിക്കാൻ പോയപ്പോൾ അവർക്കൊപ്പം പോയതല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി. അവർക്കൊപ്പം പോയപ്പോൾ അവിടെ കുറച്ച് ദിവസം നിൽക്കുന്ന കാര്യം അവളെന്താ പറയാതിരുന്നത്? അത് ഞങ്ങളോട് മോള് പറഞ്ഞായിരുന്നു. മാത്രമല്ല ഇയാൾ പറഞ്ഞു അവിടെ പോകുന്ന സ്ഥിതിക്ക് അവിടെ കുറച്ച് ദിവസം നിന്നിട്ട് വന്നാൽ മതിയെന്ന്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞപ്പം ആ കുറച്ച് ദിവസം കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ദേവയാനി. അപ്പം മുത്തശ്ശനും മുത്തശ്ശനും ചിരിക്കും കേട്ടോ. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞു അങ്ങനെ അവർ പോകണം. അവർ പോയി കഴിഞ്ഞപ്പോഴും ദേവയാനി ലോകത്തുള്ള ദൈവങ്ങളെ മുഴുവൻ വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവമേ നയന വരണേ നയന വരണേ നയന വരണേ എന്ന്. അവൾ വന്നില്ലെങ്കിൽ നടു ഒടിയും എന്നുള്ളൊരിതിൽ. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആദർശ ഓഫീസിലിരിക്കുക. ആ സമയത്ത് അടുത്ത സ്റ്റാഫ് അങ്ങോട്ടേക്ക് വന്നു. പവിത്ര, സാറിപ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ എന്ന് പറഞ്ഞു. ആണെങ്കിൽ അത് മാറ്റി തരാനാണോ വന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട്, അതല്ല സാർ ഇന്നലെ സൈൻ ചെയ്യാൻ കൊണ്ടുവന്ന ഫയൽസ് ഇതുവരെ സൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. അതെവിടെയാണെന്ന് ചോദിച്ചപ്പം അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പവിത്ര നിൽക്കുമ്പോൾ ഇതല്ലേന്ന് ചോദിച്ചു, കാണിച്ചു കൊടുത്തു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആദർശ് ആ ഫയലുകളെല്ലാം എടുത്ത് ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കും. അപ്പം ഇതെന്താ സാറൊന്ന് ചെക്ക് ചെയ്യുന്ന പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ. അപ്പം എടോ എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്, എന്തിനു വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നത്, കുറേ പണം ഉണ്ടാക്കിയാൽ ജീവിതം പൂർണ്ണമാകുമോ എന്നൊക്കെ ചോദിച്ചപ്പം സാറെന്താ സാറേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ പവിത്ര ചോദിക്കാം. സാറിൻ്റെ വൈഫ് മേഡത്തിൻ്റെ വീട്ടിലാണെന്നറിയാം, എന്തെങ്കിലും വഴക്കിട്ട് പോയതാണോ സാറെന്നൊക്കെ ചോദിക്കുമ്പോൾ എടോ വഴക്കിട്ട് പോയതാണെങ്കിലേ താൻ ആ പിണക്കം മാറ്റുമോ എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ വേണമെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്ത് സംസാരിക്കാമെന്ന്? അതിന് ഞങ്ങൾ തമ്മിൽ വഴക്ക് വേണ്ടേന്ന് ആദർശ് ചോദിക്കാം. പിന്നെ എന്ത് സാർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പം എടോ താൻ ഒരു കാര്യം മനസ്സിലാക്കണം, മനസാക്ഷിയുള്ളവന് പണം മാത്രമല്ല ജീവിതത്തിൽ വേണ്ടത്, അവന് ചുറ്റുപാടിനെക്കുറിച്ചും അവനെ സ്നേഹിക്കുന്നവരെക്കുറിച്ചും ചിന്തിക്കാനുള്ള അതേ ബാധ്യത തന്നെ ഉണ്ട്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം അതെല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു പവിത്ര. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ആദർശം നേരം ചോദിക്കാം. അതോ എൻ്റെ പറച്ചിൽ ഇഷ്ടമല്ലാത്തത് കൊണ്ട് പവിത്ര ഇവിടെ നിന്ന് റിസൈൻ ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാം സൈൻ ചെയ്ത് കിട്ടിയല്ലോ, പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വലിയൊരു മണ്ടത്തരം തന്നെയാണ് ഈ ആദർശ് നയനയുടെ അഭാവത്തിൽ കാണിച്ചു കൂട്ടുന്നത് ഓഫീസിൽ, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ. അപ്പോൾ ഇതെല്ലാം ഞാൻ വെരിഫൈ ചെയ്തതാ, എന്നാലും സാറിന് ചെക്ക് ചെയ്യണമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ അത്രയൊക്കെ മതി, പവിത്ര പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വലിയൊരു നഷ്ടം തന്നെ കമ്പനിക്ക് ഈ ആദർശ് വരുത്തി വെക്കുക. കാരണം പവിത്ര ചെക്ക് ചെയ്തെങ്കിലും ആദർശ് ചെക്ക് ചെയ്യാത്തിടത്തോളം അതിനൊന്നും ഒരു കറക്ഷൻസ് ഉണ്ടാവില്ലല്ലോ. ആ ഒരു ഇതെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് പവിത്ര അവിടെ നിന്ന് പോയി. അല്ലെങ്കിൽ മനസ്സമാധാനമില്ല. അപ്പോഴാണ് അവിടെ ഒരു സൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ ഇരിക്കുന്നു, ഒന്നും ചിന്തിക്കുന്നില്ല, ചുമ്മാ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുവാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയനയെ കാണിക്കുന്നത്. നയന അങ്ങനെ ഇരിക്കുമ്പോൾ നയനയുടെ ഫോണിലേക്ക് ഇതേ കോള് വരുന്നു. കോള് വന്നപ്പോൾ പവിത്രയുടെ വേഗം കോൾ എടുത്തു. എന്താ പവിത്ര, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ സാറ് മൊത്തത്തിൽ സമനില തെറ്റിയൊരവസ്ഥയിലാണ്, ഒന്നിനൊരു ശ്രദ്ധയില്ലെന്നൊക്കെ പവിത്ര ഇങ്ങനെ നയനയോട് പറയണം. ഒരു ഫയൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അത് വിശദമായി പഠിച്ചിട്ടേ സൈൻ ചെയ്ത് തരാറുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ ഇന്നലെ കൊണ്ടുവച്ച ഫയൽസ് ഇതുവരെ സാറ് സൈൻ ചെയ്തിട്ടില്ല. ഞാൻ ചെന്നപ്പോൾ സാർ ചുമ്മാ വാരി വലിച്ച് സൈൻ ഇട്ട് തന്നു വിട്ടു, അത് നോക്കിയിട്ട് പോലുമില്ല. സാറിൻ്റെ ഈ പ്രവൃത്തിയൊക്കെ കണ്ടപ്പോൾ എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നി. സാറിന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ നോക്കണമെന്ന് പവിത്ര നയനയോട് പറയുന്നു. ശരി മേഡം എന്നും പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. നയനയ്ക്കും ആകെ ടെൻഷനായിട്ടോ, ആദർശി കാട്ടിക്കൂട്ടുന്ന വെപ്രാളവും കോപ്രായങ്ങളൊക്കെ. അപ്പോഴേക്കും നമ്മുടെ നയന ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. മുത്തശ്ശനെയും മുത്തശ്ശിയും കൂടെ കണ്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഓടി അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പം അച്ഛനും മോളും ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്നും പറഞ്ഞാൽ ഇവർ കയറി ചെല്ലുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ തീരുമാനിച്ചോ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് നയനയോട്. അപ്പോൾ മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് നയന മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ഇവിടെ കുറേ വീടുകളിൽ കല്യാണം വിളിക്കാനുണ്ട്. ജാനകിയും അനിയും പലയിടത്തും പോയതാണ്, എങ്കിലും ഞങ്ങൾ ചെന്ന് വിളിക്കേണ്ട ചില ആൾക്കാരുണ്ടെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇരിക്കച്ചാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുത്തുന്നു. എന്നിട്ട് പിന്നെ ഭയങ്കര സംസാരം. ഇനി എന്തായാലും ഊണ് കഴിച്ചിട്ട് പോയാൽ മതി, മോളുടെ അമ്മ വിളിച്ച് പറഞ്ഞിരുന്നു രണ്ടാളും വരുമെന്ന്, അതുകൊണ്ട് ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഗോവിന്ദൻ. ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഈ സമയത്ത് വന്നതെന്ന് മുത്തച്ഛൻ പറയും. അന്നേരം 1-2 ദിവസമായി ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക നമ്മുടെ നയന. അപ്പോഴേക്കും കനകം നവ്യമോളെ നോക്കാൻ വേണ്ടി വന്നതല്ലേ, അതുകൊണ്ട് അടുക്കളയിൽ കയറണ്ടെന്ന് മുത്തശ്ശനാ പറഞ്ഞതെന്നൊക്കെ മുത്തശ്ശി ഇരുന്ന് പറയുന്നു നയനയോട്. പിന്നെ പാചകം ദേവയാനിയും ജലജയും കൂടിയാണ്, അതിൻ്റെ എന്തായാലും അറിയാനുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് അടുക്കള കാണാത്തവരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ എന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പോൾ നയനയൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. മോളിവിടെ വന്നതിന് ശേഷം ആദർശ് വിളിക്കുകയോ മറ്റോ ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ഇടയ്ക്ക് വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു നയന.
എത്ര തവണ വിളിച്ചു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒരു തവണ വിളിച്ചു, അതും ഒരു ഡിസൈൻ്റെ ആവശ്യത്തിനാണ് വിളിച്ചതെന്ന് പറഞ്ഞു നയന. അതായത് ആവശ്യമുള്ളപ്പോൾ വിളിച്ചു, അല്ലാത്തപ്പോൾ വിളിയില്ലല്ലേ? ആ പോക്ക് അത്ര നല്ലതല്ലല്ലോ വസുന്ധരേ എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പം ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ മോൾ അങ്ങോട്ടും വിളിക്കണ്ടെന്ന് പറഞ്ഞു. കുറച്ചൊക്കെ വാശി നമുക്കും വേണം മോളെ എന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുക നയനയ്ക്ക്. കൊച്ചുമക്കളെ തമ്മിൽ തലിക്കുന്ന സ്വഭാവമൊന്നും ഞങ്ങൾക്കില്ല, എന്നാൽ മോളെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു ഭാര്യയുടെയും മരുമകളുടെയും എല്ലാ കടമകളും നിർവഹിച്ച് തന്നെയാണ് മോള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് മോൾക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ 1-2 ഡോസൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അത് ബന്ധങ്ങൾ ദൃഢമാക്കുകയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം മുത്തശ്ശൻ ഇങ്ങനെ പറയണം. അപ്പോൾ കുടിക്കാൻ എന്താ എടുക്കണ്ടേന്ന് ചോദിച്ചു നയനയെ. ഉച്ചഭക്ഷണം എടുക്കാൻ പോകുമല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട മോളെ എന്ന് മുത്തശ്ശി. എന്നാൽ ഞാൻ ഉപ്പിട്ട് നാരങ്ങാവെള്ളം എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന നാരങ്ങാവെള്ളം എടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നയനയെക്കുറിച്ച് ഗോവിന്ദനുമായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും ഉള്ളൊരു കൊച്ചുമോനായിരുന്നു ആദർശ്. പക്ഷേ നയനമോളുടെ കാര്യത്തിൽ മാത്രം അവനോട് ഞങ്ങൾക്ക് ദേഷ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ ജലജ ഇരുന്ന് അരിഞ്ഞുകൊണ്ടേയിരിക്കുക. അരിഞ്ഞിട്ട് തീരുന്നില്ല. അപ്പോഴേക്കും ദേവയാനി അവിടെ ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുക. അതൊരു തേങ്ങ എടുത്ത് ചിരണ്ടി മിക്സിയിൽ അടിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് ചേരുവകളൊക്കെ ഏട്ടത്തിക്കല്ലേ അറിയാവുന്നതെന്ന് ചോദിച്ചപ്പം നീ കൂടുതലൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞ് ദേവയാനി ജലജയോട് ദേഷ്യപ്പെടുക. ഞാൻ ഈ വീട്ടിൽ വന്ന സമയത്ത് അത്യാവശ്യം പണികളൊക്കെ നീ ചെയ്യുമായിരുന്നു. അന്ന് തൊട്ട് ഞാൻ അടുക്കളയിൽ കയറേണ്ടെന്ന് അമ്മേനോട് പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പോൾ നിനക്കൊന്നും അറിയാത്തതുപോലെ നീ അങ്ങ് അഭിനയിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ വഴക്കുണ്ടാക്കുന്നത് കനകം അങ്ങോട്ടേക്ക് വരുന്നത്. കനകം അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴെന്താ രണ്ടുപേരും കൂടെ മുട്ടം വഴക്ക. എൻ്റെ പൊന്നെടുത്ത് അവൾ കേട്ട നാണക്കേടാണെന്നും പറഞ്ഞു. അപ്പം ഞാൻ കേട്ടോ ഇന്ന് നമ്മുടെ കനകം ഒന്ന് പറയണേ. ആ സമയത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും ഇവർ രണ്ടുപേരും. എങ്ങനെ കേൾക്കാതിരിക്കും? അന്ന് ഒളിഞ്ഞു നിന്ന് കേൾപ്പല്ലേ പണി. എന്തായാലും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അവതാളത്തിലാണെന്നും ആഗ്രഹിക്കുന്നത് പോലൊന്നും കാര്യങ്ങൾ നടത്തി കിട്ടുന്നില്ലെന്നാ ആദർശമാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ദേവയാനിയോടും ജലജയോടും കനകം പറയുന്നത്. ആ സമയത്ത് ആ പിശാചിൻ്റെ ഒരു വാസനയായിരുന്നു വീട് മൊത്തം. ഇപ്പം എന്തായാലും പോയി കിട്ടി. അതുകൊണ്ട് കൊളസ്ട്രോൾ കൂടി എണ്ണ കുടിച്ചെന്ന് പറഞ്ഞ് ജലജ. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ എണ്ണയും മസാലയൊക്കെ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളെന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന്. മണവും രുചിയൊക്കെ ഇച്ചിരി കുറഞ്ഞാലും ആരോഗ്യം ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം നയന പാചകം ചെയ്യുമ്പോൾ ഈ വീട് മുഴുവൻ അതിൻ്റെ സ്മെല്ലായിരിക്കും എന്ന് നമ്മുടെ കനകം പറഞ്ഞപ്പോഴാണ് അത് കറക്കി കുത്തി ഇവളുമാർ ഇത് പറയുന്നത്. അപ്പം രുചിയും പിന്നെ സ്മെല്ലും അതൊക്കെ അറിയാനുള്ള താല്പര്യം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരെയും ആകർഷിക്കും. പിന്നെ അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ഇതങ്ങ് കുറയും, അതും ആരോഗ്യത്തെ ബാധിക്കും എന്ന് കനകം പറഞ്ഞപ്പോൾ നിനക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചു ദേവയാനി. അപ്പോൾ എനിക്കൊന്നും വേണമെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് കരുതി വന്നതാണെന്ന് കനകം പറഞ്ഞപ്പോൾ നിന്റെ സഹായം എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അല്ല, ഇന്നലെ ജോലി ചെയ്തവർ ഇന്ന് രാവിലെ അടുക്കളയിൽ കയറിയില്ലല്ലോ, അതുകൊണ്ട് ഞാനാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് കനകം എടുത്തിട്ട് പെരിച്ചുകൊണ്ടിരിക്കും ഇതുങ്ങളെ. അല്ല, നിങ്ങളുടെ പ്രവർത്തി കൊണ്ട് നിങ്ങൾക്ക് തന്നെയാ ദോഷം. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ജലജ അന്നേരം കനകത്തിനോട് ചോദിച്ചു. ഒന്നുമില്ല, പിന്നെ നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ ഉറങ്ങുന്നവർക്കൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കഴിക്കാമല്ലോ, അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വിളച്ചിലായി ഇതെന്ന് എനിക്ക് അറിയാമെന്ന്. നീ ഉണ്ടാക്കിയത് നല്ലതാണെന്നേ ഞങ്ങൾക്ക് ഓരോ അഭിപ്രായവും ഇല്ലെന്ന് ദേവയാനി പറഞ്ഞപ്പം അയ്യോ അതിന് ആദർശമോൻ്റെ അമ്മ അത് കഴിച്ചില്ലല്ലോ, ഞങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലാണെന്നും പിന്നെ നീ ഇവിടെ അതിഥിയായി കയറി വന്നതുകൊണ്ട് നീ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണവും കൊള്ളില്ല എന്നിവിടെ ആരും പറയാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കനകത്തെ ഇട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കാം. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയും അതുപോലെ നമ്മുടെ ആദർശമോന് ഭക്ഷണത്തിനോട് താല്പര്യമില്ലാത്തതിനെ പറ്റിയൊക്കെ നമ്മുടെ കനക അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ് ദേവയാനി എരിവ് കയറ്റുക. അപ്പോൾ അവന് ഞാനുണ്ടാക്കുന്ന ഭക്ഷണത്തിന് താല്പര്യമില്ലെന്ന് നിന്നോട് പറഞ്ഞു എന്ന് ചോദിച്ച് കനകത്തിനോട് ദേവയാനി ഒച്ച എടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞൊന്നുമില്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അവൻ്റെ അമ്മയല്ലേ. പക്ഷെ അവൻ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്നും പറഞ്ഞു. അതും പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ കനകം അങ്ങ് പോയി. അപ്പം കേട്ടോ പറഞ്ഞത്, ഏട്ടത്തി ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാളും ആദർശന് ഇഷ്ടം അവളുണ്ടാക്കുന്ന ഭക്ഷണമാണെന്ന്. അതാ അതിൻ്റെ അർത്ഥം. മനസ്സിലായോ എന്ന് ചോദിച്ച് ജലജ. ആ രീതിയിലുള്ള ഭക്ഷണം കൊടുത്ത് മയക്കിയത് നമ്മുടെ കുഞ്ഞിനി അവള്. ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാൻ ജലജേ, രാവിലെ ഞാൻ എഴുന്നേറ്റില്ലെങ്കിലും അതിരാവിലെ നീ എഴുന്നേറ്റ് അടുക്കളയിൽ കയറിക്കൊള്ളണം. അത് തന്നെയാണ് എനിക്കും ഏട്ടത്തിയോട് പറയാനുള്ളത്. ഒരു പക്ഷെ ഞാൻ കൂടുതൽ ഉറങ്ങിപ്പോയാ ഏട്ടത്തി അടുക്കള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരുവിളിയാ. ഞാൻ നിന്റെ ഏട്ടത്തിയാണെന്ന് ദേവയാനി. അതേ, ഏട്ടത്തിമാരാണല്ലോ കുറച്ച് പക്വതയും പാകതയൊക്കെ കാണിക്കേണ്ടത്, അല്ലേ? എനിക്കിപ്പോൾ പക്വതയില്ലെന്നാണോ നീ പറയുന്നതെന്ന് ദേവയാനി. അയ്യോ ഏട്ടത്തി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്ന് ജലജ.
നമ്മൾ തമ്മിൽ വെറുതെ ഇവിടെ കിടന്ന് വഴക്കിടല്ലേ, അത് മോശമല്ലേ എന്ന് ജലജ ചോദിക്കണു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പോയിരുന്നു കറിക്കകത്തിട്ട് കുത്തി കുത്തി കുത്തിയ കലിപ്പ് തീർക്കുക. ഇവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ അങ്ങനെ നിൽക്കുന്നു. എല്ലാവരുടെയും വയറ് കേടയായാലേ എനിക്കൊരു മോചനം കിട്ടും, ഇന്നത്തെ പണി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ആദർശ് ഓഫീസിലിരുന്ന് എന്തൊക്കെയോ കാണിക്കാം. ആ സമയം ഇവിടെ നയന മുത്തശ്ശനും മുത്തശ്ശിക്ക് വയറ് നിറയെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അന്നേരത്തേക്കും ആദർശിൻ്റെ കോൾ വന്നു. നമ്മൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞില്ല, അതിനു മുന്നേ വിളി വന്നു ആദർശിൻ്റെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ കോൾ എടുത്തു. അപ്പോൾ എന്താടാ മോനെ ഈ സമയത്താണോ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പം, എന്താ മുത്തശ്ശ ഈ സമയത്ത് വിളിച്ചാൽ കുഴപ്പം, ഞങ്ങൾ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാം നയനമോളുടെ വീട്ടിലെന്നൊക്കെ പറഞ്ഞപ്പം ആണോ എന്നൊക്കെ ആദർശ് ഇങ്ങനെ ചോദിക്കുന്നേ. മുത്തശ്ശൻ എപ്പോഴും അങ്ങോട്ടേക്ക് പോയത്? ഞാനും നിൻ്റെ മുത്തശ്ശിയും കൂടെ വന്നിട്ട് കുറേ നേരം ആയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് മോൾക്ക് ഒരേ നിർബന്ധം. അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ആദർശിന്. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. മോളായിരുന്നല്ലോ വീട്ടിൽ വെച്ച് വിളമ്പിക്കൊണ്ടിരുന്നത്, ആ ടേസ്റ്റ് ഞങ്ങൾക്ക് പിടിച്ചു പോയെന്നൊക്കെ പറഞ്ഞേ. അപ്പോഴത്തേക്ക് ആദർശ് ഇങ്ങനെ നോക്കുവാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ തിരക്കൊണ്ടായിട്ടും വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞില്ലെന്ന് മുത്തശ്ശൻ ആദർശനോട് പറഞ്ഞു. ഭക്ഷണമൊക്കെ തന്ന് മുത്തശ്ശനെ മയക്കുമായിരിക്കും അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയെന്ന് പറഞ്ഞപ്പം അങ്ങനെ എനിക്ക് എന്തായാലും തോന്നിയിട്ടില്ലെന്ന് മുത്തശ്ശൻ അന്നേരം ആദർശനോടും പറഞ്ഞു. അതെ, എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും അവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ അവളെ കൂടെ കൂട്ടണ്ട കേട്ടോ. എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല അവൾ വരണമെന്ന്. അതേപ്പറ്റി സംസാരിക്കാൻ ഞാൻ അങ്ങോട്ടല്ലല്ലോ വിളിച്ചത്, നീ ഇങ്ങോട്ടല്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ നീ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാനും വസന്തരയും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതനുസരിച്ചേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പം എന്തായാലും മുത്തശ്ശനെ എതിർക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശൻ്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ നീ ഉദ്ദേശിച്ചതെന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പം, അല്ല എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അവളെ വിളിച്ചുകൊണ്ട് വന്നാലും എനിക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ, അതാ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ ആദർശ ഉവ്വ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരെ നിൽക്കുക കേട്ടോ അവിടെ നമ്മുടെ മുത്തശ്ശൻ. അതിനുശേഷം ഫോൺ അങ്ങ് കട്ട് ചെയ്ത് മുത്തശ്ശൻ നയനയോട് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണില്ലേ? എല്ലാവർക്കും